ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടാകും അല്ലെങ്കിൽ കാണും നമ്മളൊരു പോസിബിലിറ്റി, ഒരു ഉറപ്പില്ലാത്ത കാര്യം പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു. ഇന്ന് 100% ഉറപ്പിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഷുവറായിട്ട് പറയുമ്പോൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യമാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ അവിടെ കാണുമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാം. നമുക്ക് നോക്കാം കോഡ് ഏതാണെന്ന്. രഹൂങ്ക, രഹൂങ്കി, രഹേങ്കെ. ഏതാ കോഡ്? രഹൂങ്ക, രഹൂങ്കി, രഹേങ്കെ. ഒന്ന് പറഞ്ഞാട്ടെ. രഹൂങ്ക, രഹൂങ്കി, രഹേങ്കെ. ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. ഞാൻ, മേ, ഒരു ഗേള് പറയുമ്പോൾ നമ്മൾ അവിടെ രഹൂങ്ക ഉപയോഗിക്കും. ഒരു ഗേള് പറയുമ്പോൾ നമ്മൾ അവിടെ മേ വരുമ്പോൾ രഹൂങ്ക. അവിടെ ഒരു ഗേള് പറയുമ്പോൾ രഹൂങ്ക. അതൊരു ബോയ് പറയുമ്പോൾ രഹൂങ്കി. ബോയ് പറയുമ്പോൾ രഹൂങ്കി. താങ്കൾ നമ്മൾ റെസ്പെക്ട് ചെയ്ത് പറയുമ്പോൾ അവിടെ രഹേങ്കെ, രഹേങ്കെ. ആപ്പ് വരുമ്പോ രഹേങ്കെ. ഞങ്ങൾ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരുമ്പോഴേ രഹേങ്കെ, ഹം രഹേങ്കെ. അവർ, വേ രഹേങ്കെ, വേ രഹേങ്കെ. ഓക്കെ. ഞാൻ നാളെ വീട്ടിൽ ഉണ്ടാകും. മേ കൽ ഘർ പർ രഹൂങ്ക. ഞാൻ നാളെ വീട്ടിൽ ഉണ്ടാകും. നമ്മൾ ഉറപ്പിച്ച് പറയുന്ന ഞാൻ നാളെ വീട്ടിൽ ഉണ്ടാകും. മേ കൽ ഘർ പർ രഹൂങ്ക. ഇവിടെ ഒരു ബോയ് പറയുന്നതായതുകൊണ്ട് നമ്മൾ എന്ത് വന്നു? രഹൂങ്ക വന്നു അല്ലേ? അതൊരു ഗേള് പറയുമ്പോഴോ മേ കൽ ഘർ പർ രഹൂങ്കി. അവിടെ രഹൂങ്കി വരും. അതൊരു ഗേള് പറയുമ്പോഴോ. ഓക്കെ. ഞാൻ നാളെ വീട്ടിൽ ഉണ്ടാകും. മേ കൽ ഘർ പർ രഹൂങ്കി. മേ കൽ ഘർ പർ രഹൂങ്കി. ഓക്കെ. അടുത്ത നോക്കിയാട്ടെ എക്സാമ്പിള്. ഞാൻ അവിടെ ഉണ്ടാകും. അതൊരു ബോയ് പറയുമ്പോൾ എങ്ങനെ പറയും? മേ വഹാം രഹൂങ്ക. മേ വഹാം രഹൂങ്ക. ഞാൻ അവിടെ ഉണ്ടാകും. മേ വഹാം രഹൂങ്ക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതൊരു ഗേള് പറയുമ്പോൾ എങ്ങനെ പറയും നമ്മള്? ഞാൻ അവിടെ ഉണ്ടാകുന്ന്. മേ വഹാം രഹൂങ്കി. മേ വഹാം രഹൂങ്കി. എങ്ങനെ പറയാ? മേ വഹാം രഹൂങ്കി. അവിടെ ഗേള് പറയുന്നതായതുകൊണ്ട് ലാസ്റ്റിൽ എന്ത് വന്നു? രഹൂങ്കി. ഗി വന്നു അല്ലേ? മേ വഹാം രഹൂങ്കി. ഞാൻ നാളെ ഓഫീസിൽ ഉണ്ടാകും. മേ കൽ ഓഫീസ് മേ രഹൂങ്ക. ഇവിടെ രഹൂങ്ക വരാൻ കാരണം അതൊരു ബോയ് ആണ് പറയുന്നത്. ഞാൻ നാളെ ഓഫീസിൽ ഉണ്ടാകും. മേ കൽ ഓഫീസ് മേ രഹൂങ്ക. മേ കൽ ഓഫീസ് മേ രഹൂങ്ക. ഞാൻ നാളെ ഓഫീസിൽ ഉണ്ടാകും. ഞാൻ നാളെ ഓഫീസിൽ ഉണ്ടാകും. അതൊരു ഗേള് പറയുമ്പോൾ എങ്ങനെ വരും? മേ കൽ ഓഫീസ് മേ രഹൂങ്കി. മേ കൽ ഓഫീസ് മേ രഹൂങ്കി. മനസ്സിലാവുന്നുണ്ടോ? അതൊരു രഹൂങ്കി വരാൻ കാരണം അവിടെ ഒരു ഗേളാ പറയുന്നത്. ഞാൻ നാളെ ഓഫീസിൽ ഉണ്ടാകും. മേ കൽ ഓഫീസ് മേ രഹൂങ്കി. അടുത്ത എക്സാമ്പിൾ നോക്കിയാട്ടെ. ഞാൻ ക്ലാസ്സിൽ ഉണ്ടാകും. മേ ക്ലാസ് മേ രഹൂങ്ക. മേ ക്ലാസ് മേ രഹൂങ്ക. ഞാൻ ക്ലാസ്സിൽ ഉണ്ടാകും. മേ ക്ലാസ് മേ രഹൂങ്ക. രഹൂങ്ക വരാൻ കാരണം നിങ്ങളത് മനസ്സിലാക്കൂ. ഇനി ഒരു ബോയ് പറയുമ്പോ അവിടെ ഗാന്നുള്ള സൗണ്ട് രഹൂങ്ക. അതൊരു ഗേള് പറയുമ്പോ എങ്ങനെ വരും? ഞാൻ നാളെ ക്ലാസ്സിൽ ഉണ്ടാകുന്നു. മേ ക്ലാസ് മേ രഹൂങ്കി. മേ ക്ലാസ് മേ രഹൂങ്കി. മേ ക്ലാസ് മേ രഹൂങ്കി. ഞാൻ ക്ലാസ്സിൽ ഉണ്ടാകും. ആ രണ്ട് ഡിഫറൻറ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബോയ് സംസാരിക്കുമ്പോഴും അതുപോലെ ഒരു ഗേള് സംസാരിക്കുമ്പോഴും. ഓക്കെ. മേ ക്ലാസ് മേ രഹൂങ്കി അതൊരു ഗേള് പറയുമ്പോ, രഹൂങ്ക അതൊരു ബോയ് പറയുമ്പോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. മേ യഹീം രഹൂങ്ക. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. മേ യഹീം രഹൂങ്ക. യഹീം ഇവിടെ തന്നെ. യഹീം. മേ യഹീം രഹൂങ്ക. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. മേ യഹീം രഹൂങ്ക. രഹൂങ്ക വരാൻ അതൊരു ബോയ് പറയുന്നതുകൊണ്ട് രഹൂങ്ക വന്നു അല്ലേ? താങ്കൾ നാളെ എവിടെ ഉണ്ടാകും? എങ്ങനെ ചോദിക്കാം? ആപ് കൽ കഹാം രഹേങ്കെ. താങ്കൾ നാളെ എവിടെ ഉണ്ടാകും? ആപ് കൽ കഹാം രഹേങ്കെ. ഉത്തരം എങ്ങനെ പറയാ? ഞങ്ങൾ നാളെ വീട്ടിൽ ഉണ്ടാകും. ഹം കൽ ഘർ പർ രഹേങ്കെ. ഹം കൽ ഘർ പർ രഹേങ്കെ. ഞങ്ങൾ നാളെ വീട്ടിൽ ഉണ്ടാകും. താങ്കൾ നാളെ എവിടെ ഉണ്ടാകും എങ്ങനെ ചോദിക്കാം? ആപ് കൽ കഹാം രഹേങ്കെ. ഞങ്ങൾ നാളെ വീട്ടിൽ ഉണ്ടാകും. ഹം കൽ ഘർ പർ രഹേങ്കെ. ഹം കൽ ഘർ പർ രഹേങ്കെ. അവർ നാളെ ഇവിടെ ഉണ്ടാകും. വേ കൽ യഹാം രഹേങ്കെ. അവർ നാളെ ഇവിടെ ഉണ്ടാകും. വേ കൽ യഹാം രഹേങ്കെ. വേ കൽ യഹാം രഹേങ്കെ. അവർ നാളെ ഇവിടെ ഉണ്ടാകും. യഹാം ഇവിടെ. താങ്കൾ ഓഫീസിൽ ഉണ്ടാകുമോ? ക്യാ ആപ്പ് ഓഫീസ് മേ രഹേങ്കെ?
താങ്കൾ ഓഫീസിൽ ഉണ്ടാകുമോ? ക്യാ ആപ്പ് ഓഫീസ് മേ രഹേംഗെ? സാർ നാളെ റൂമിൽ ഉണ്ടാകൂ. ഓഫീസിന്റെ റൂം എന്ന് അവിടെ ഉദ്ദേശിച്ചത്. എങ്ങനെ പറയാ? സാർ കൽ കമരേ മേ രഹേംഗെ. സാർ കൽ കമരേ മേ രഹേംഗെ. ഓഫീസിന്റെ ക്യാബിൻ പറയില്ല, അതുപോലെ റൂമിൽ ഉണ്ടാകൂ. സാർ കൽ കമരേ മേ രഹേംഗെ. ക്യാ ആപ്പ് ഓഫീസ് മേ രഹേംഗെ? സാർ നാളെ റൂമിൽ ഉണ്ടാകും. സാർ കൽ കമരേ മേ രഹേംഗെ. മനസ്സിലാവുന്നുണ്ട്? ആ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുറെ ക്ലാസ്സിൽ പഠിച്ചു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഹം ആപ്കെ സാത്ത് രഹേംഗെ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഹം ആപ്കെ സാത്ത് രഹേംഗെ. എങ്ങനെ പറയാ? ഹം ആപ്കെ സാത്ത് രഹേംഗെ. താങ്കൾ നാളെ വീട്ടിൽ ഉണ്ടാകുമോ? ക്യാ ആപ്പ് കൽ ഘർ പർ രഹേംഗെ? താങ്കൾ നാളെ വീട്ടിൽ ഉണ്ടാകുമോ? ക്യാ ആപ്പ് കൽ ഘർ പർ രഹേംഗെ? അതെ, ഞാൻ വീട്ടിൽ ഉണ്ടാകും. ഹാ അതെ. മേ ഘർ പർ രഹൂംഗ. ഞാൻ വീട്ടിൽ ഉണ്ടാകും. മേ ഘർ പർ രഹൂംഗ. ക്യാ ആപ്പ് കൽ ഘർ പർ രഹേംഗെ? താങ്കൾ നാളെ വീട്ടിൽ ഉണ്ടാകുമോ? ഹാ മേ ഘർ പർ രഹൂംഗ. അതെ, ഞാൻ വീട്ടിൽ ഉണ്ടാകും. ഹാ മേ ഘർ പർ രഹൂംഗ. താങ്കൾ നാളെ വീട്ടിൽ ഉണ്ടാകുമോ? ക്യാ ആപ്പ് കൽ ഘർ പർ രഹേംഗെ? ഇല്ല, ഞാൻ ഉണ്ടാകില്ല. നെഹി മേ നെഹി രഹൂംഗ. നെഹി മേ നെഹി രഹൂംഗ. ഇല്ല, ഞാൻ ഉണ്ടാകില്ല. ക്യാ ആപ്പ് കൽ ഘർ പർ രഹേംഗെ? താങ്കൾ നാളെ വീട്ടിൽ ഉണ്ടാകുമോ? ഇല്ല, ഞാൻ ഉണ്ടാകില്ല എന്നാ ഉദ്ദേശിച്ചത് അവിടെ. താങ്കൾ എത്ര മണി വരെ ഇവിടെ ഉണ്ടാകും? ആപ് കിത്തനെ ബജെ തക് യഹാം രഹേംഗെ? ആപ് കിത്തനെ ബജെ തക് യഹാം രഹേംഗെ? താങ്കൾ എത്ര മണി വരെ ഇവിടെ ഉണ്ടാകും? ഞാൻ 5 മണി വരെ ഉണ്ടാകും. മേ 5 ബജെ തക് രഹൂംഗ. മേ 5 ബജെ തക് രഹൂംഗ. ഞാൻ 5 മണി വരെ ഇവിടെ ഉണ്ടാകും. ആപ് കിത്തനെ ബജെ തക് യഹാം രഹേംഗെ? മേ 5 ബജെ തക് രഹൂംഗ. ഞാൻ ഇവിടെ 5 മണി വരെ ഉണ്ടാകും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഡേ 7 നമ്മൾ ഊഹിച്ചു പറയുമ്പോൾ അവൻ ഉണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ അവൻ അവിടെ കാണും എന്ന് പറയുമ്പോൾ നമ്മൾ വഹ് ഹോഗാന ഉപയോഗിച്ചത്. അതുപോലെ ഡേ 8 ഉറപ്പിച്ചു പറയും ഞാൻ അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ അവൻ അവിടെ കാണും പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? ക്രിയയുടെ കൂടെ രഹൂങ്ക, രഹൂങ്കി. ഇത് ഓർത്തു വെക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ.